കേരളം ബി.ജെ.പി. ആണ് ഭരിക്കുന്നതെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു ദുരവസ്ഥയുണ്ടാവില്ല എന്ന് ധന്യയ്ക്ക് അഭിപ്രായമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മുനമ്പത്തെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു രക്ഷ വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണമെങ്കിൽ ബി.ജെ.പി. മാത്രമേ അത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയൂ. കാരണം കഴിഞ്ഞ ദിവസം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ഡി. രമേശ് ഇതിനു വേണ്ടി അഹോരാത്രം പോരാടുന്ന, മുനമ്പത്തെ അല്ലെങ്കിൽ വഖഫ് നിയമത്തിനെതിരെ അഹോരാത്രം പോരാടുന്ന ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്, ന്യൂനപക്ഷ നേതാവ് ഫെജി ജോസഫ് തുടങ്ങിയവർ മുനമ്പത്തെത്തി ഒരു ഭീമമായ ഹർജി ജനങ്ങൾ എം.ഡി. രമേശിന് കൈമാറി. അത് കൈമാറിയത് മുനമ്പത്ത് പെട്ടെന്ന് ഒരു കടലാസ് സംഘടന ഉണ്ടായി. അതായത് വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കടലാസ് കമ്പനികൾ പെട്ടെന്ന് തന്നെ പൊടുന്നനെ അവിടെ ഉയർന്നു വന്നു. അപ്പൊ ഈ കടലാസ് കമ്പനി എന്തിനാണ് വഖഫിന് വേണ്ടി നിൽക്കുന്നത്? എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരുടെ പണമിടപാടുകൾ എങ്ങനെയാണ്? വലിയ മുന്തിയ വക്കീലന്മാരെ കൊണ്ടാണ് ഇവർ കോടതികളിൽ വാദിക്കുന്നത്. ഈ മുന്തിയ വക്കീൽമാരെ വയ്ക്കാനുള്ള പണം എവിടെ നിന്നാണ് ഇവർക്ക്? അങ്ങനെ 1000 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവർ ഒരു ഭീമമായ ഹർജി തയ്യാറാക്കി എം.ഡി. രമേശിനെ ഏൽപ്പിച്ചത് എന്തിനാണ്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അജിത് ഡോവലിനും എൻ.ഐ.ക്കും നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഭീമമായ ഹർജി തയ്യാറാക്കി ഈ എം.ഡി. രമേശ് ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കളെയും ന്യൂനപക്ഷക്കാരായ നേതാക്കളെയും ഇവർ ഏൽപ്പിച്ചത്. അപ്പോ കേന്ദ്രം കൃത്യമായി ഇതിൽ ഇടപെടൽ നടത്തും. ഇടപെടൽ നടത്തുന്നത് ഈ വഖഫ് സംരക്ഷണ സമിതി അല്ലെങ്കിൽ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന കടലാസ് സംഘടനകൾക്ക് മാത്രമല്ല, അവർക്കെതിരെ മാത്രമല്ല. ഇതിനു മുൻപ് ഇവിടെ ഒരു തഹസിൽദാർ ഉണ്ടായിരുന്നു, ബെന്നി സെബാസ്റ്റ്യൻ എന്നാണ് അയാളുടെ പേര്. അവിടെ ഒരു കളക്ടർ ഉണ്ടായിരുന്നു, ജാഫർ മാലിക്, പിന്നെ മറ്റൊരാൾ അബ്ദുൾ സലാം. ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഈ ബെന്നി സെബാസ്റ്റ്യൻ അവിടെ തഹസിൽദാർ ആയിരുന്നപ്പോഴാണ് ഈ ഭൂമികൾ മുഴുവൻ ഏറ്റെടുക്കാൻ വഖഫ് തയ്യാറായത്. അപ്പൊ ഇയാൾക്ക് ഇതിന്റെ ബന്ധം എന്താണ്? മറ്റൊന്ന്, ഈ ജാഫർ മാലിക് എന്ന് പറയുന്ന കളക്ടർ ഇപ്പോ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ആദിവാസികളുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായി ജോലി ചെയ്യുകയാണ് അദ്ദേഹം. അപ്പോ ഇദ്ദേഹം അവിടെ 6 മാസമാണ് എറണാകുളത്ത് കളക്ടറായിരുന്നത്. കളക്ടറായിരുന്ന സമയത്ത് നിരന്തരം ഇദ്ദേഹം വഖഫിന്റെ ആളുകളുമായി യോഗം ചേരുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പെട്ടെന്ന് ദ്രുതഗതിയിൽ ഫയലുകൾ അല്ലെങ്കിൽ ഫയലുകൾ നീക്കാനായി ഇദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. 2 ദിവസം കൊണ്ട് ഇദ്ദേഹം ഏകദേശം 5000-ലധികം ഫയലുകൾ ഇദ്ദേഹം ഒപ്പിട്ട് നൽകി എന്നാണ് പറയുന്നത്. 5500 ഫയലുകൾ ഇദ്ദേഹം 2 ദിവസം കൊണ്ട് അതായത് തീർപ്പ് ആക്കി എന്നാണ് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത്രയും സ്പീഡായിട്ട്, എന്തിനാണ് അത്രയും അതിവേഗം ഈ ഫയലുകൾ ഇദ്ദേഹം തീർപ്പാക്കിയത്? അപ്പൊ വഖഫുമായി ഈ കളക്ടർക്കുള്ള ബന്ധം എന്താണ്? പിന്നെ മറ്റൊരാള് ഈ വഖഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്നതിൽ വരുന്ന അബ്ദുൾ സലാം. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ഈ വഖഫ് മുനമ്പത്തെ ജനങ്ങളെ ദ്രോഹിക്കാനായി? കാരണം നമ്മളൊരു വസ്തു നമ്മുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ അതിന് പട്ടയം പിടിച്ച് നമ്മൾ അതിന് കരം തീർത്ത് നമ്മൾ അത് പിന്നെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. ഒരു ദിവസം ഒരാൾ വന്ന് പറയുകയാണ്, ഇത് നിങ്ങളുടെ ഭൂമിയല്ല, വഖഫിന്റെ ഭൂമി. അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്, അപ്പോൾ ഈ ഭൂമി ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു. നാളെ മുതൽ ആ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ മറ്റൊന്നിനോ പറ്റില്ല. പക്ഷേ ഈ ഭൂമി വെച്ച് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ ഞാൻ അടയ്ക്കണം. ഭൂമി എന്നോട് പോലും ചോദിക്കാതെ അത് വഖഫ് ഏറ്റെടുത്തു. എന്നിട്ട് ആ ഭൂമി വെച്ചിട്ട് ഞാൻ എൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ അള്ളാഹുവിൻ്റെതല്ല, ആ ലോണ് എൻ്റെതാണ്, ഞാനത് അടയ്ക്കണം. അപ്പോൾ ഇത് കാടത്വ നിയമമാണ്, ഒരു ദുർഭൂതമാണ് ഈ വഖഫ് എന്ന് പറയുന്നത്. ആ ദുർഭൂതം 1-2 വർഷങ്ങളായി മുനമ്പത്തുകാരെ വല്ലാതെ പിടികൂടിയിരിക്കുകയാണ്. ആ ഭൂതത്തെ പിടിച്ചു കെട്ടാനും തളയ്ക്കാനും വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. ഇതൊരു വെള്ളത്തിൽ വരച്ചതുപോലത്തെ ഒരു ജുഡീഷ്യൽ കമ്മീഷനാണ്. അതായത് ഈ കമ്മീഷൻ ഇപ്പൊ LDF UDF വഖഫിന് വേണ്ടി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്? LDF UDF വേണ്ടിയിട്ട്. അപ്പൊ ഈ കമ്മീഷനെ ഹൈക്കോടതി അസാധുവാക്കി. ഹൈക്കോടതി തന്നെ അങ്ങനെ ഒരു കമ്മീഷൻ വേണ്ട. അപ്പൊ ഇതുവരെ റിട്ടയർഡ് ആയിരുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ തയ്യാറാക്കിയ കടലാസുകളൊക്കെ
ഇനി വെള്ളത്തിൽ കൊണ്ടെറിയേണ്ട അവസ്ഥ. കാരണം അതുകൊണ്ട് ഇനി ഒരു പ്രയോജനവും ഇല്ല. അതിലെന്തെങ്കിലും പ്രയോജനമുള്ളത് ഉണ്ടായിരുന്നോ എന്നുള്ളത് ഇല്ല. കാരണം അവരുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് ബാധിക്കുന്നത് ഈ LDF UDF എന്താ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനായി ജനങ്ങൾ പെരുവഴിയിലായാലും അവർ കടലിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്താലും സാരമില്ല, നമുക്ക് വോട്ട് വേണം എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഈ പിന്നെ LDF UDF ഈ വഖഫിന് അനുകൂലമായി നിൽക്കുമ്പോൾ ഇവരിലെ ഈ ലത്തീൻ സഭ ഏറ്റവും പ്രമുഖമായി നിൽക്കുന്ന ലത്തീൻ സഭയുടെ വരാപ്പുഴ രൂപത ഈ BJPയുടെ കടന്നുകയറ്റം ഈ മുനമ്പത്തുകാർക്കിടയിൽ ഉണ്ടാകാതിരിക്കാനായി മാക്സിമം പരിശ്രമിച്ചു. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP അവിടെ കടന്നു വരികയും BJP പ്രക്ഷോഭത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രത്തോട് ഞങ്ങൾ പറയുകയും ഈ നിയമത്തിന് ഭേദഗതി കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ള ഉറച്ച നിലപാട് BJP സ്വീകരിച്ചപ്പോൾ ഈ ലത്തീൻ സഭയായ വരാപ്പുഴ രൂപത ആകെ തകർന്നടിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ മുനമ്പം വേളാങ്കണ്ണി പള്ളിക്ക് മുന്നിലാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. മുനമ്പത്തുകാർ സമരം നടത്തുന്നത്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ പെരുവഴിയിൽ നിൽക്കുകയാണ് ആ പാവം ജനങ്ങൾ എന്ന് പറയുന്നത്. ഈ മുനമ്പത്തുകാരെക്കെതിരെ വരാപ്പുഴ അതിരൂപത നിന്നപ്പോൾ മുനമ്പത്തെ കോട്ടപ്പുറം അതിരൂപത, മുനമ്പം പള്ളി സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറം രൂപത മുനമ്പത്തുകാർക്കൊപ്പം നിൽക്കുകയും അവർക്ക് ഈ പ്രശ്നങ്ങളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയുകയും അവർ BJPയുടെ കൂടി സഹകരണത്തോടുകൂടി വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒക്കെ ചെയ്തു. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ക്യാമറാമാനും പിന്നെ റിപ്പോർട്ടർ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഒരു വാർത്തയും എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണമൊഴി ഓടിക്കുന്ന ഒരു അവസ്ഥ വരെ. കാരണം ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ. അവരെന്ത് ചെയ്യാൻ? മീഡിയ വണ്ണിൽ ഇരുന്നു കൊണ്ട് വഖഫിന് വേണ്ടി വാദിച്ച് മുനമ്പത്തുകാരെ പെരുവഴിയിലാക്കുകയാണ്. എന്നിട്ടും വന്ന് ഇവരുടെ വാർത്ത കവർ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ആ മുനമ്പത്തുകാർ ചോദിക്കുന്നത്. അപ്പോൾ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ വിഷയങ്ങളാണ് ഓരോ ദിവസം വരുന്നത്. എപ്പോഴാണ് ഈ നിയമം വന്നത്? ഈ നിയമ ഭേദഗതിയൊക്കെ എപ്പോഴാണ്? 1954 വഖഫ് നിയമം വരുന്നത്. ഒരു ഭേദഗതി നടന്നിട്ടുള്ളത് 2014 അതിലേറെ എന്താണെന്നറിയോ, നമ്മൾ ഇതിലൊരു ഭീകരാവസ്ഥ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേയിലും ഇന്ത്യൻ ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സ്വത്ത് കയ്യിലിരിക്കുന്നത് ഈ വഖഫിന്റെ കയ്യിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് തികയുന്നില്ല. പാവപ്പെട്ടവന്റെ പിന്നെയും വേണം. അതിലേറെ പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് 2014 ലോക്സഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സമ്മാനം കിട്ടിയതുപോലെ വഖഫിന് പിന്നീടും ഭൂമി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് എല്ലാവരും മൗനം പാലിച്ച് ഇരുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോ ഈ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് ആളുകൾ പോവാണ് ഇത് ഭേദഗതി വേണ്ട എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും ഭൂമി കേരളത്തിൻ്റെതായിക്കോട്ടെ ഇന്ത്യയിലെ ഭൂമി ആയിക്കോട്ടെ അത് ഈ വഖഫ് എന്നുള്ള ഒരു അതോറിറ്റിക്ക് കീഴിൽ വരുന്ന സമയത്ത് ഇത്രയും സ്വത്ത് 3-ാം സ്ഥാനത്താണ് ഇന്ത്യയിലെ ഇന്ത്യൻ ഈ ഭരണത്തിന് കീഴിൽ നിൽക്കുന്നതിൽ ഒന്നിൽ. അതായത് അതുകൊണ്ടാണ് ഭേദഗതി ആവശ്യപ്പെടുന്നത്. അതായത് ഇത്രയും ഭൂമി ഇന്നൊരു സംഘടനയുടെ കീഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് ഇല്ലാത്ത സ്വത്തുക്കളാണ് വഖഫിന് കീഴിലുള്ളത്. പിന്നെ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വരെ പൊളിച്ചുകൊണ്ട് വഖഫ് ഭൂമി കയ്യേറിയ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ക്ഷേത്രങ്ങളിലെത്തി ഭൂമി കയ്യേറുന്നു, മറ്റു കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഭേദഗതി വന്നാൽ മാത്രമേ എന്താവുള്ളൂ, മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റുള്ളൂ. അത് ആലോചിക്കേണ്ട നമ്മുടെ കണ്ണിന്റെ മുമ്പിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈക്കോടതി വിധിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, കമ്മീഷനെ അസാധുവാക്കിയത്. അപ്പോഴും ആ വിധിയിലും പറയുന്നുണ്ട് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വഖഫ് ട്രൈബ്യൂണലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ തീരുമാനം എടുക്കാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിയമവ്യവസ്ഥയിൽ ഒരു ഭേദഗതി അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്നതിനുള്ള മുഖ്യ തെളിവ് സിദ്ദിഖ് സേട്ടു 1950 എഴുതിയ കരാർ തന്നെയാണെന്നാണ് ഈ മുനമ്പത്തുകാരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി, ജസ്റ്റിസ് ഖാലിദും കേസിൽ വിധി പറഞ്ഞിട്ടുണ്ടെന്നും ഭൂസംരക്ഷണ സമിതി പറയുന്നുണ്ട്. എന്തായാലും ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന കാര്യം ഇനിയെങ്കിലും അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് വഖഫ് സംരക്ഷണ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇവർക്ക് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി? എന്തിനാണ് ഭൂമി? കാലങ്ങളായിട്ട് അവർ താമസിക്കുന്ന ഇത് കൊണ്ടുപോയി കാലം ഇതിനൊരു അവകാശമോ അവകാശ തർക്കങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോ ഇത്രയും ഒച്ച എടുക്കാനുള്ള കാരണം നമ്മൾ ചിന്തിക്കണം. അതിനുള്ള പ്ലാറ്റ്ഫോം നമ്മളായിട്ട് ജനങ്ങളും ഭരണകൂടവും കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം, അതിന് കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ അവര് ഇതിന് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും മുനമ്പത്തുകാരുടെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോട്ടെ. അവരെ കേന്ദ്രം സംരക്ഷിക്കട്ടെ. അവരുടെ ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കിട്ടട്ടെ.